ഈ പുതിയ റേഞ്ച് റോവർ സ്പോട്ടിൽ കയറിയപ്പോൾ എനിക്കൊരു നൊസ്റ്റാളജിയാണ് ആദ്യം ഉണ്ടായത്. കാരണം എൻ്റെ കയ്യിലൊരു 85 മോഡലിൽ പഴയ റേഞ്ച് റോവർ ഉണ്ടായിരുന്നു. അന്നും ഇന്നും ആ റേഞ്ച് റോവറിൽ ഇരിക്കുമ്പോഴുള്ള ഒരു കമാൻഡിങ് പൊസിഷൻ ഇന്നത്തെ പുതിയ സ്പോട്ടിലും കമ്പനി നിലനിർത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് റേഞ്ച് റോവറിൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി. ഒരു ബ്രിട്ടീഷ് കാറാകുമ്പോൾ അതിൻ്റെ റോയലും പിന്നെ ആ പവറും കാണിക്കണം. അത് ഈ പൊസിഷനിൽ, ഡ്രൈവിംഗ് പൊസിഷനിൽ എന്തായാലും റേഞ്ച് റോവർ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ വോഗ് ആവട്ടെ സ്പോട്ട് ആവട്ടെ, ഈ രണ്ടിലും ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു റേഞ്ച് റോവർ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. കാരണം നോർമലി അറിയാം, റേഞ്ച് റോവർ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഒരു സൊസൈറ്റിയിൽ ഹൈ ലെവലിലുള്ള ആളുകളോ ഇനിയിപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ തന്നെ ഷെയ്ഖ് ഫാമിലിയുള്ള ആളുകളോ എല്ലാം ആയിരിക്കും. അത് അവർ ആവശ്യമല്ല, അവർ ഇഷ്ടപ്പെടുന്ന ഒരു കമാൻഡിങ് പൊസിഷൻ ഈ റേഞ്ച് റോവറിൻ്റെ സ്പോട്ടിലാവട്ടെ റേഞ്ച് റോവറിലാവട്ടെ ആ സീറ്റിന് കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് റേഞ്ച് റോവറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റേഞ്ച് റോവർ സ്പോട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും ഉയർന്ന ഡീസൽ വേരിയൻ്റാണ് നമ്മളിന്ന് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് TD V8 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ വന്നിരിക്കുന്ന 3628 cc, അതായത് 3.6 ലിറ്റർ V8 ഡീസൽ എഞ്ചിനാണ്. V8 ഡീസലുള്ള വളരെ കുറച്ച് SUVs ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലൊന്ന് ഈ റേഞ്ച് റോവർ സ്പോട്ടിൽ വരുന്നതാണ്. ഈ സെയിം എഞ്ചിൻ തന്നെ റേഞ്ച് റോവറിൻ്റെ വോഗിലും വരുന്നുണ്ട്. പക്ഷേ സ്പോട്ടിലാണ് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കും അറിയാൻ പറ്റുന്നത്. കാരണം വോഗിനെക്കാട്ടും കുറേ കൂടി ഒരു മേ ബി ഒരു 5 to 10% ബോഡി വെയിറ്റ് കുറവുള്ളത് കൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഫുള്ളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ 272 bhp പവറും പിന്നെ 640 Nm ടോർക്കും രണ്ടും തന്നെ ശരിക്കും എഫക്റ്റീവായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ട്യൂൺ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കിപ്പം ഇപ്പോൾ ഒരു ക്രൂസ് ചെയ്ത് പോകുമ്പോൾ ഒരു 80-ലെല്ലാം പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പെഡൽ ചെയ്താൽ അപ്പം തന്നെ നല്ലൊരു പെർഫോമൻസോട് കൂടിയിട്ട്, നല്ലൊരു പവറോട് കൂടിയിട്ട് വണ്ടി എടുത്തു പോകാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ദാറ്റ് മീൻസ് ആ ടോക്ക് 640 Nm ടോക്ക് ഫുള്ളും യൂസ് വരുന്നുണ്ട്. ചെറിയ RPM തന്നെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരു 2000 RPM എത്തുമ്പോൾ തന്നെ ഈ ടോർക്ക് മുഴുവനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6-speed ഓട്ടോ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതും തന്നെ നല്ലൊരു റെസ്പോൺസീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പം സ്ലോ സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിലും പിന്നെ പെട്ടെന്നൊന്ന് പമ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്രൂസ് ചെയ്യണമെങ്കിൽ എല്ലാം തന്നെ നല്ല റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൗണിങ്, ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പെഡൽ കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് ആവശ്യമാണെങ്കിൽ ടോർക്ക് ഇനഫ് ടോർക്ക് കിട്ടുന്നില്ലെങ്കിൽ അപ്പം തന്നെ ഗിയർ ഡൗൺ ആവുകയും നമുക്ക് വേണ്ട ടോർക്ക് എഞ്ചിനും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ട്യൂണിങ് ഉള്ളത്. ഇതിൻ്റെ പുറമെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷനാണ്. 4 എയർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സെറ്റിങ്സിലാണ്, വളരെ ഒരു സ്മൂത്തായിട്ട് ശരിക്കും ഒരു കാർ ലൈക്ക് ഫീൽ തന്നെയാണ് നമുക്ക് റേഞ്ച് റോവറിൽ കിട്ടുന്നത്. കാരണം റേഞ്ച് റോവർ ശരിക്കും ഡിസൈൻ ചെയ്ത് തന്നെ ഹൈ ആൻഡ് ലക്ഷറി കാർസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ വേണം എന്നുള്ള രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും റേഞ്ച് റോവറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ സോഫ്റ്റ് സസ്പെൻഷൻ തന്നെ നമുക്ക് റേസ് ചെയ്യാവുന്നതും പിന്നെ അത് സെറ്റിങ്സ് മാറ്റാവുന്നതാണ്. 5 ഡിഫറെൻറ്റ് സെറ്റിങ്സ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് ആവട്ടെ, പിന്നെ റേസ് ചെയ്യാവുന്നുണ്ട്, ഓഫ് റോഡിൽ ചെയ്യാവുന്നത്, എക്സ്ട്രീം ഓഫ് റോഡിൽ ചെയ്യാവുന്ന, ഇങ്ങനെ 4-5 സെറ്റിങ്സാണ് ഉള്ളത്. അതിൽ നമുക്ക് 2 ഗിയർ റേഷ്യോസും വരുന്നുണ്ട്. ലോ റേഞ്ചും ഉണ്ട്, ഹൈ റേഞ്ചും ഉണ്ട്. നോർമൽ റണ്ണിലും എല്ലാം തന്നെ ഹൈ റേഞ്ച് 4 വീലർ ഓട്ടോമാറ്റിക്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മളിന്നിപ്പോൾ ഒരു ഓഫ് റോഡ് സെഷൻ എടുക്കുകയാണെങ്കിൽ, നല്ല എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ലോ റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ലോ റേഞ്ച് സിസ്റ്റമാണ് ഏതൊരു ഓഫ് റോഡിൻ്റെയും ഒരു സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണായിട്ട് പറയാനുള്ളത്. ലോ റേഞ്ച് സിസ്റ്റം ഒട്ടുമിക്ക SUVസിലും നമ്മളിന്നിവിടെ മാർക്കറ്റിലുള്ള SUVസിലും ഇല്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ റേഞ്ച് റോവർ, അങ്ങനെ മെർസിഡീസ് G-Wagon, ഇങ്ങനത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസിലെ ഈ ഒരു ലോ റേഞ്ച് സിസ്റ്റം വന്നിട്ടേ ഉള്ളൂ. ഈ ലോ റേഞ്ച് സിസ്റ്റമാണ് എക്സ്ട്രീം ഓഫ് റോഡിങ് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇന്ന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇന്നത്തെ ടെസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കാരണം ദിസ് കസ്റ്റമേഴ്സ് കാർ, അല്ലെങ്കിൽ ഇതൊരു ഡെമോ കാർ ആണെങ്കിൽ വി കുഡ് ഹാവ് എക്സ്പ്ലെയിൻഡ് ഹൗ വെൽ ഇറ്റ് കുഡ് പെർഫോം ഇൻ ആൻ ഓഫ് റോഡിങ് കണ്ടീഷൻ. മേ ബി നമ്മൾ ഒരു ഫ്യൂച്ചറിൽ ഇൻ നിയറസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മളത് ഒരു റേഞ്ച് റോവർ വോഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ക ഒരു ഓഫ് റോഡിങ് കണ്ടീഷനിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും.
ഡെഫിനറ്റ്ലി റേഞ്ച് റോവർ ഇസ് എ പെർഫെക്റ്റ് SUV. ഈ ടെസ്റ്റ് ഡ്രൈവ് കണ്ടതിന് ശേഷം എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്, ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം റേഞ്ച് റോവറിൻ്റെ ഇന്ത്യയിലുള്ള ഗ്രോത്ത് എങ്ങനെയാണ്? രണ്ടാമത്, കേരളത്തിൽ റേഞ്ച് റോവറിൻ്റെ സർവീസിൻ്റെയും ഡീലർഷിപ്പിൻ്റെ അവസ്ഥ എങ്ങനെ? ഗ്രോത്തിനെ കുറിച്ച് പറയാനുള്ള ഫിഗേഴ്സൊന്നും നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. കാരണം ടാറ്റ ടേക്ക് ഓവർ ചെയ്തിട്ട് ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഓപ്പറേഷൻ നടത്താൻ തുടങ്ങിയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും നമുക്ക് ഈ റേഞ്ച് റോവർ ഇപ്പോൾ റോഡിൽ കാണുന്നത് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും റേഞ്ച് റോവർ നമ്പേഴ്സ് വളരെ കൂടിയിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ നമ്പർ ഓഫ് റേഞ്ച് റോവേഴ്സ് വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, അതായത് കേരളത്തിൽ ഡീലർഷിപ്പിനെ കുറിച്ചിട്ട്. ഇതുവരെ ഡീലർഷിപ്പ് ഒന്നും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് ടാറ്റ ശരിയായൊരു നല്ല ഡീലേഴ്സിനെ ഇപ്പോഴും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിനു വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിലാണുള്ളത്. എനിക്ക് തോന്നുന്നത് വളരെ അടുത്ത് തന്നെ നമുക്കൊരു ഡീലർഷിപ്പ് കേരളത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.